ഇന്ന് ഫെബ്രുവരി മാസം 1-ാം തീയതി. അപ്പോൾ ഈ ജനുവരി മാസം നമ്മുടെ കണ്ണിന് മുന്നിലൂടെ കടന്നു പോയ ചില വാർത്താ പ്രാധാന്യമുള്ള ചില ചിത്രങ്ങളുണ്ട്. നമുക്കതങ്ങ് ഓർത്തെടുക്കാം. ഏറ്റവും അവസാനമായിട്ട് CJ റോയി എന്ന വ്യവസായ പ്രമുഖൻ്റെ ആത്മഹത്യ ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടമായി മലയാളികളുടെ മനസ്സിൽ അത് ഇന്നും ഒരു നൊമ്പരമായി മാറി. നരേന്ദ്രമോദി നമ്മുടെ കേരളം സന്ദർശിച്ചു. അപ്പോൾ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് BJP അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ കോർപ്പറേഷൻ 20 ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി. അപ്പോൾ ആ പിഴ ചുമത്തിയ റവന്യൂ ഓഫീസറെ സ്ഥാനമാറ്റം നടത്തി. 5-ാം ക്ലാസ്സുകാരൻ്റെ കൈ സഹപാഠി തല്ലിയൊടിച്ചു. 16 വയസ്സുകാരനെ 17ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ അതിക്രൂരമായി മർദ്ദിക്കുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയെ 17 വയസ്സുകാരൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. അപ്പോൾ ഓടുന്ന കാറിൽ ഒരു പെൺകുട്ടിയെ ഒരു പോലീസുകാരനും പത്രപ്രവർത്തകനും അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. അതുപോലെ 5 വയസ്സുള്ള പെൺകുട്ടിയെ UP-യിൽ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് ടെറസിൽ നിന്ന് എറിഞ്ഞു കൊന്നുകളഞ്ഞു. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് മാതാവ് ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ സ്വകാര്യ ഭാഗം പൊള്ളിച്ചു. കലോത്സവ വേദിയിൽ താമര പൂവിനെ ചൊല്ലിയുള്ള വിവാദം. NDA 2020 കൂട്ടുകെട്ട്. ആയിഷ പോറ്റി CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറി. ശങ്കർദാസിൻ്റെ അറസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ്. ശ്രീനാദേവി കുഞ്ഞമ്മ അതിജീവിതനൊപ്പം എന്ന് പറഞ്ഞിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചില ആൾക്കാരിൽ പ്രകോപനം സൃഷ്ടിച്ചു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ ഒരു ബംഗാളി ഒരു ഉറക്കെ ചോദ്യം ചോദിച്ചു, ബംഗാൾ എന്തേ വികസിക്കുന്നില്ല, കേരളത്തിൽ എന്തുകൊണ്ട് വികസനങ്ങളൊക്കെ വരുന്നു? അപ്പോൾ ആ ചോദ്യത്തിന് ആരും ഉത്തരം നൽകിയില്ല. പോലീസുകാരിയുടെ പട്ടിപ്രേമം. TB മിനിയും ഹണിയും വർഗീസ് തമ്മിലുള്ള വാക്പോരുകൾ. നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. ഒരു CPM നേതാവ് ഒരു വീട്ടമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. ഒരു കുഞ്ഞ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തലയിൽ പുഴുവുമായി ചികിത്സയ്ക്കെത്തുന്നു. ആ കുഞ്ഞിന് അർഹമായ ചികിത്സ കിട്ടുന്നില്ല. അതുപോലെ വിളപ്പിശാല ആശുപത്രിയിൽ ഒരു മനുഷ്യൻ പാതിരാത്രി കടുത്ത ശ്വാസം മുട്ടലുമായി എത്തി. ചികിത്സ കിട്ടാതെ ആ മനുഷ്യൻ മരണപ്പെട്ടു. അതുപോലെ ഷിംജിത എന്ന യുവതി ലൈംഗിക അതിക്രമണമെന്ന് പറഞ്ഞ് ഒരു വ്യാജ വീഡിയോ ഷെയർ ചെയ്തു. അതിൽ നിരപരാധിയായ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്തു. ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഭരണകൂടത്തെ ഒന്നാകെ ഇളക്കി മറിച്ച ബിജു രാധാകൃഷ്ണൻ ആൾമാറാട്ടത്തിലൂടെ തിരിച്ചെത്തി. ബംഗളൂരു ഡെൻ്റൽ കോളേജിൽ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെയും എൻ്റെ ഓർമ്മയിലുള്ള വാർത്തകളാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുള്ള വാർത്തകൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.